ഹായ് ഫ്രണ്ട്സ്, എഡ്യൂക്കേഷൻ ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് ഒരു ഫണ്ട് വേണമെന്ന് അറിയാം. അൺഫോർച്ചുനേറ്റ്ലി ഓരോ പേരൻസും നീട്ടിവെക്കുന്നൊരവസ്ഥയാണ്. നോയിങ് ആൻഡ് ഡൂയിങ് ഗ്യാപ്പ് അൺഫോർച്ചുനേറ്റ് സിനാരിയോ ആണ് പേരൻസിൻ്റെ ഇടയിൽ. എല്ലാവർക്കും അറിയാം എൻ്റെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഒരു ഫണ്ട് വേണം, 20ാമത്തെ വയസ്സിലോ അല്ല 18ാമത്തെ വയസ്സിലോ ഫണ്ട് വേണമെന്ന് അറിയാം. അൺഫോർച്ചുനേറ്റ്ലി ആരും മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും തണൽ വേണം, ആരും മരം നടുന്നില്ല. ഒരു ചെറിയ വിത്തോ ഒരു ചെറിയ ചെടിയൊക്കെ നടണ്ടേ, എന്നാൽ അവർ യൂസ്ഫുൾ ആവുള്ളൂ. ആ സമയത്ത് കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് ഒരു കൃത്യമായ ഒരു ഫണ്ട് വേണം. വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പുറം രാജ്യങ്ങളിൽ പഠിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ പുറം രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റി പഠിക്കാനോ നമുക്ക് കൃത്യമായ ഒരു ഫണ്ട് വേണം. അപ്പോൾ ആ ഫണ്ട് നേടാൻ വേണ്ടി നമ്മളൊരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവൻ്റെ സ്വപ്നത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. കൃത്യമായ ഒരു ഫണ്ട് മാറ്റി വെക്കുക. നിങ്ങളല്ലാതെ വേറെ ആരും ആ കുട്ടിക്ക് വേണ്ടി മാറ്റിവെക്കാനില്ല. അത് കൃത്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെറു പ്രായത്തിൽ തന്നെ അവന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവന് പല ഗിഫ്റ്റ്സും വാങ്ങിക്കൊടുക്കുന്നുണ്ടോ, അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് അവൻ്റെ എഡ്യൂക്കേഷൻ ഫണ്ടിന് വേണ്ടി ഒരു ചെറിയൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് ഏതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട്സ് ആണ് നമ്മുടെ ചൈൽഡ് ഫെസ്റ്റ് കൃത്യമായ റിപ്പോർട്ട്സ് തരും. എഡ്യൂക്കേഷൻ പ്ലാനിങ് റിപ്പോർട്ട്. ആ ഒരു പ്ലാനിങ് റിപ്പോർട്ട് എത്രയോ പാരൻസിനെ അവരുടെ കുട്ടികളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചതാണ്. വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. താങ്ക് യു.